വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് വിനേഷ് ഫോഗട്ട് എന്ന ഇന്ത്യയുടെ അഭിമാനതാരത്തിന് ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിച്ചിരിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ വിനേഷിന് പങ്കെടുക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് പരമോന്നത കോടതി പറഞ്ഞ വാക്കുകൾ കേന്ദ്ര ഭരണകൂടത്തിന്റെയും അവരുടെ കീഴിലുള്ള കായിക സംഘടനകളുടെയും മുഖത്തേറ്റ കനത്ത പ്രകടനം തന്നെയാണ്. വിനേഷ് ഫോഗട്ട് ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അവരെ തടയാനാകില്ല എന്നാണ് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവർ വിനേഷിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലെന്ന ചോദ്യത്തിന് വലിയൊരു രാഷ്ട്രീയ മാനമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ മുൻ തലവനും BJP നേതാവുമായിരുന്ന ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ സമരം ചെയ്ത ഗുസ്തി താരങ്ങളുടെ മുൻനിരയിൽ വിനേഷ് ഫോഗട്ടും ഉണ്ടായിരുന്നു. രാജ്യത്തിനു വേണ്ടി ചോരയും നീരുമൊഴുകി മെഡലുകൾ വാരിക്കൂട്ടിയ താരങ്ങൾ അന്ന് ഡൽഹിയിലെ തെരുവുകളിലൂടെ വലിച്ചിഴക്കപ്പെട്ട കാഴ്ചകളും ഈ രാജ്യം മറന്നിട്ടില്ല. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ അന്നു മുതൽ കേന്ദ്ര സർക്കാരിൻ്റെയും ഫെഡറേഷൻ്റെയും കണ്ണിലെ കരടാണ് വിനീഷ്. അവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിലക്കേർപ്പെടുത്തിയും മാനസികമായി അവരെ തളർത്തിയും കരിയർ തന്നെ അവസാനിപ്പിക്കാൻ ഫെഡറേഷൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രതികാര ബുദ്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഏഷ്യൻ ഗെയിംസ് ട്രയൽസിനായി പെട്ടെന്ന് കൊണ്ടുവന്ന പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ. 2025-ലും 2026-ലും തിരഞ്ഞെടുക്കപ്പെട്ട ടൂർണമെൻറ്റുകളിൽ നിന്നും മെഡൽ നേടിയവർക്ക് മാത്രമേ ട്രയലുകളിൽ മത്സരിക്കാൻ യോഗ്യതയുള്ളൂ എന്നായിരുന്നു പുതിയ നിയമം. 2024-ലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം പരിക്കുകളും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും കാരണം വിനേഷ് മറ്റ് പ്രൊഫഷണൽ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് വിനേഷിനെ മനഃപൂർവ്വം കായിക രംഗത്ത് നിന്നും പുറത്താക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായിരുന്നു ഈ പുതിയ നിയമങ്ങൾ. ഫെഡറേഷൻ്റെ ഈ പ്രതികാര നടപടിയാണ് ആദ്യം ഡൽഹി ഹൈക്കോടതിയും ഇപ്പോൾ സുപ്രീം കോടതിയും കീറിയെറിഞ്ഞിരിക്കുന്നത്. അവർ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന സുപ്രീം കോടതിയുടെ പരാമർശം കേന്ദ്ര ഭരണകൂടത്തിനെയും ഫെഡറേഷനെയും ഒരുപോലെ പരിഹസിക്കുന്നതായിരുന്നു. നിയമങ്ങൾ കായിക താരങ്ങളെ വളർത്താനായിരിക്കണം, അല്ലാതെ അവരെ ഇല്ലാതാക്കാനും വേട്ടയാടാനുമുള്ള ആയുധമാക്കരുത് എന്ന ശക്തമായ സന്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് ഒരു കായിക താരത്തിന്റെ സ്വപ്നങ്ങളെയും പോരാട്ട വീര്യത്തെയും ചവിട്ടിമെതിക്കാൻ നോക്കിയവർക്ക് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിനേഷിന്റെ വിജയം നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോരുത്തരുടെയും വിജയമാണ്. നിലവിൽ അവർ കോൺഗ്രസ് പ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയം കോൺഗ്രസിന്റെയും ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും കൂടിയാണ്.